അപ്പൊ നമ്മള് അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫാർമക്കോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. 500 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഇൻ ഫാർമക്കോളജി. നിങ്ങൾ പഠിച്ചിട്ടുള്ള പോർഷൻസ് തന്നെയാണ്. ജസ്റ്റ് അതിന്റെ ഒരു ബ്രീഫ് ആയിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി നെർവസ് സിസ്റ്റം. CNS ആക്ട് ചെയ്യുന്ന ഡ്രഗ്സിന്റെ പോർഷൻ ഉണ്ട് സിലബസിൽ. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് first point, acetylcholinesterase is found at all cholinergic sites and red blood cells. അതായത് നമുക്കറിയാം acetylcholinesterase എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എൻസൈം ആണ്. അസിറ്റൈൽകോളിൻ ന്യൂറോ ട്രാൻസ്മിഷനിൽ നമ്മൾ നോക്കുന്നുണ്ട്. അതിനെ ആ ഒരു റിയാക്ഷനകത്ത് നമ്മൾ കാണുന്നുണ്ട് അസിറ്റൈൽകോളിനെസ്റ്ററേസ് പറഞ്ഞ എൻസൈം. അത് അസിറ്റൈൽകോളിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന എൻസൈം ആണ്. സോ ഇറ്റ് ഈസ് ഫൗണ്ട് അറ്റ് ഓൾ കോളിനർജിക് സൈറ്റ്സ് ആൻഡ് റെഡ് ബ്ലഡ് സെൽസ്. കോളിനർജിക് സൈറ്റ്സ് പറഞ്ഞാൽ കോളിനർജിക് ട്രാൻസ്മിഷൻ നടക്കുന്ന സൈറ്റുകളിലും അതുപോലെ RBCയിലുമാണ് മെയിൻ ആയിട്ട് അസിറ്റൈൽകോളിനെസ്റ്ററേസ് കാണപ്പെടുന്നത്. സെക്കൻഡ് വൺ, ബ്യൂട്രൈൽ കോളിനെസ്റ്ററേസ്. ബ്യൂട്രൈൽ കോളിനെസ്റ്ററേസ് ഇസ് ഫൗണ്ട് ഇൻ ദ പ്ലാസ്മ, ലിവർ, ഇൻറ്റസ്റ്റൈൻ ആൻഡ് വൈറ്റ് മാറ്റർ. അതായത് നമ്മുടെ പ്ലാസ്മയിലും ബോഡിയിലുള്ള ലിവറിലും ഇൻറ്റസ്റ്റൈനിലും അതുപോലെ വൈറ്റ് മാറ്ററിലും. വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ബ്രെയിനകത്തുള്ള ഒരു പാർട്ടാണ്. ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും അതുപോലെ നമ്മുടെ സ്പൈനൽ കോഡിലും കൂടി വരുന്നുണ്ട്. സോ വൈറ്റ് മാറ്ററിൽ കാണപ്പെടുന്ന ഒരു വൈറ്റ് മാറ്ററിലും പ്ലാസ്മയിലും ലിവറിലും ഇൻറ്റസ്റ്റൈനിലുമാണ് എന്ത് കാണപ്പെടുന്നത്? ബ്യൂട്രൈൽ കോളിനെസ്റ്ററേസ്. സോ ഈ അസിറ്റൈൽകോളിനെസ്റ്ററേസും ബ്യൂട്രൈൽ കോളിനെസ്റ്ററേസും നമ്മൾ കോളിനർജിക് ട്രാൻസ്മിഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ടേംസും അതിനകത്ത് കാണാൻ പറ്റും. Next one, the methacholine is hydrolyzed slower than the acetylcholine by acetylcholinesterase. അതായത് ഈ അസിറ്റൈൽകോളിൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു എന്താണ്? ഒരു പ്രോ ഡ്രഗ് ആണ്. സോ അസിറ്റൈൽകോളിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന ആ ഒരു റേറ്റിനേക്കാളും ഭയങ്കര സ്ലോയിലാണ് അല്ലെങ്കിൽ ഭയങ്കര സാവധാനത്തിലാണ് എന്ത് മെത്താകോളിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്നത്. അപ്പോൾ അസിറ്റൈൽകോളിൻ ആണോ മെത്താകോളിൻ ആണോ ഫാസ്റ്റർ ആയിട്ട് ഹൈഡ്രോളൈസ് ചെയ്യുന്നത്? അസിറ്റൈൽകോളിൻ ആണ് ഫാസ്റ്റർ ആയിട്ട് ഹൈഡ്രോളൈസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരിക? മെത്താകോളിൻ വരുന്നത്. So methacholine is hydrolyzed slower than the acetylcholine by the enzyme ഏതാണ്? acetylcholinesterase എന്ന് പറഞ്ഞ എൻസൈം ആണ്. അസിറ്റൈൽകോളിൻ എസ്റ്ററേസ് എൻസൈം ആണ് ഹൈഡ്രോളൈസ് ചെയ്യുന്നത്. മെത്താകോളിൻ ആണ് കുറച്ചും കൂടി സ്ലോവർ ആയിട്ട് ഹൈഡ്രോളൈസ് ചെയ്യപ്പെടുക അസിറ്റൈൽകോളിനേക്കാളും. നെക്സ്റ്റ് പോയിന്റ്, ബ്യൂട്രൈൽ കോളിൻ ഈസ് ഹൈഡ്രോളൈസ്ഡ് ബൈ ബ്യൂട്രൈൽ കോളിനെസ്റ്ററേസ്. സോ അസിറ്റൈൽകോളിനെ അസിറ്റൈൽകോളിനെസ്റ്ററേസ് ആകുമ്പോൾ ബ്യൂട്രൈൽ കോളിനെ ആരാണ് ഹൈഡ്രോളൈസ് ചെയ്യുന്നത്? ബ്യൂട്രൈൽ കോളിനെസ്റ്ററേസ് ആണ്. ദെൻ അട്രോപ്പിൻ ബ്ലോക്സ് ഓൾ സബ് ടൈപ്സ് ഓഫ് മസ്കാരിക് റിസപ്റ്റേഴ്സ്. നമുക്കറിയാം ഈ കോളിനർജിക് ട്രാൻസ്മിഷൻ പഠിക്കുമ്പോൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം നമ്മൾ പഠിക്കുമ്പോൾ അതിന് രണ്ട് റിസപ്റ്റേഴ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? നിക്കോട്ടിനിക് റിസപ്റ്ററും അതുപോലെ മസ്കാരിക് റിസപ്റ്ററും. സോ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ആൻഡ് മസ്കാരിക് റിസപ്റ്റേഴ്സ്. അപ്പോ ഈ കേസിൽ അട്രോപ്പിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ആന്റഗോണിസ്റ്റിക് ഡ്രഗ് ആണ്. സോ അട്രോപ്പിൻ എന്താ ചെയ്യുന്നത്? ഈ മസ്കാരിക് റിസപ്റ്റേഴ്സ്, അതായത് ഈ കോളിനർജിക് ട്രാൻസ്മിഷനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ അഗോണിസ്റ്റിക് ഡ്രഗ്സ് ഉണ്ട്. ആ ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത് ചിലപ്പോൾ മസ്കാരിക് റിസപ്റ്റേഴ്സിലായിരിക്കാം അല്ലെങ്കിൽ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിലായിരിക്കാം. ഈ മസ്കാരിക് റിസപ്റ്റേഴ്സിന്റെ എല്ലാ സബ് ടൈപ്പ്, അതായത് M1, M2, M3, M4 അങ്ങനെ കുറെ സബ് ടൈപ്സ് ഉണ്ട്. സോ ഈ എല്ലാ റിസപ്റ്റേഴ്സിന്റെ ഈ എല്ലാ സബ് ടൈപ്സിനെ ബ്ലോക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ആന്റഗോണിസ്റ്റിക് ആക്ഷൻ, ഇൻഹിബിറ്റ് ഒരു ആക്ഷൻ ആണ് എന്തിനുള്ളത്? അട്രോപ്പിന് വരുന്നത്. ഓക്കെ, ഒരു ഇൻഹിബിറ്ററി ആക്ഷൻ ആണ് വരുന്നത് അട്രോപ്പിന്. നെക്സ്റ്റ് വൺ, M1 റിസപ്റ്റേഴ്സ് ആർ പ്രൈമർലി ന്യൂറോണൽ ആൻഡ് ലൊക്കേറ്റഡ് ഓൺ ഗാംഗ്ലിയോൺ സെൽസ് ആൻഡ് സെൻട്രൽ ന്യൂറോൺസ്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് M1, M2, M3 കുറെ ടൈപ്പ് ഓഫ് സബ് ടൈപ്സ് ഉണ്ട്. അതിൽ ചിലത് സ്പെസിഫിക് ആയിട്ട് ഹാർട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് M1 എന്താണ്? മെയിൻ ആയിട്ട് ന്യൂറോണൽ ആണ്. ന്യൂറോണൽ തന്നെ നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലാണ് കൂടുതലും കാണുന്നത്. മെയിൻ ആയിട്ടും ഗാംഗ്ലിയോൺ സെൽസ് ആൻഡ് സെൻട്രൽ ന്യൂറോൺസ്, CNS ന്യൂറോൺസിലും അതുപോലെ ഗാംഗ്ലിയോൺ സെൽസിലാണ് മെയിൻ ആയിട്ട് M1 റിസപ്റ്റർ കാണുന്നത്. സോ ദിസ് M1 റിസപ്റ്റർ കാണപ്പെടുന്ന എവിടെയാണ്? മെയിൻ ആയിട്ടും ഗാംഗ്ലിയോൺ സെൽസ് ആൻഡ് സെൻട്രൽ ന്യൂറോൺസ്. ഗാംഗ്ലിയോൺ സെൽസിലും അതുപോലെ സെൻട്രൽ ന്യൂറോൺസിലുമാണ് മെയിൻ ആയിട്ട് എന്ത് കാണുന്നത്? ലൈക്ക് M1 റിസപ്റ്റേഴ്സ് കാണുന്നത്.
നെക്സ്റ്റ് പോയിന്റ് എന്താണ്? M2 റിസപ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മസ്കാരിക്കിൽ തന്നെ കുറെ സബ് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അല്ല M1 പറ്റി നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു. നെക്സ്റ്റ് വൺ M2 റിസപ്റ്റർ. M2 റിസപ്റ്റേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഹാർട്ട്, റെഡ്യൂസിങ് ഹാർട്ട് റേറ്റ് ആൻഡ് കോൺട്രാക്ടിലിറ്റി. സോ മെയിൻ ആയിട്ട് M2 റിസപ്റ്റേഴ്സ് കാണുന്നത് എവിടെയാണ്? ഹാർട്ടിലാണ്. അത് ഓർക്കുക. M1 ഗാംഗ്ലിയോണിക് സെൽസിലും സെൻട്രൽ ന്യൂറോൺസിലും ആയിരുന്നു. M2 റിസപ്റ്റേഴ്സ് മെയിൻ ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഹാർട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഹാർട്ട് റേറ്റും അതുപോലെ ഹാർട്ടിന്റെ കോൺട്രാക്ഷനിലുമാണ് M2 റിസപ്റ്റേഴ്സ് they are related with the functions like heart rate and contractility. Then M3 receptors. M3 receptors are they are mainly found in visceral smooth muscles and exocrine glands. Exocrine glands endocrine glands ഉണ്ട്, exocrine glands ഉണ്ട്. സോ അതില് exocrine glandsലും അതുപോലെ സ്മൂത്ത് മസിൽസിലുമാണ് മെയിൻ ആയിട്ട് എന്ത് കാണപ്പെടുന്നത്? M3 റിസപ്റ്റേഴ്സ് കാണുന്നത്. വിസറൽ smooth muscles and exocrine glands. So M1 receptor നമ്മൾ പറഞ്ഞു ന്യൂറോൺസിലെ, M2 റിസപ്റ്റേഴ്സ് ഹാർട്ടിൽ, ഹാർട്ട് ആയിട്ട് റിലേറ്റഡ് ഏത് പോർഷനിലും ഉണ്ടാവും. M3 മെയിൻ ആയിട്ട് വിസറൽ സ്മൂത്ത് മസിൽസിലും അതുപോലെ എക്സോക്രൈൻ ഗ്ലാൻസിലും. നെക്സ്റ്റ് വൺ പൈലോകാർപ്പിൻ. നമുക്കറിയാം നമ്മൾ ഈ ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ കുറെ ഡ്രഗ്സ് പഠിക്കുന്നുണ്ട്. പൈലോകാർപ്പിൻ, നിയോസ്റ്റിക്മിൻ, റിബാസ്റ്റിക്മിൻ, അങ്ങനെ കുറെ ഡ്രഗ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ പൈലോകാർപ്പിൻ എന്താ മെയിൻ ആയിട്ട് അതിന്റെ ഫംഗ്ഷൻ എന്താ? അതൊരു മയോട്ടിക് ഏജന്റ് ആണ്. മയോസിസും മിറ്റിയാസിസും കോസ് ചെയ്യുന്ന ഏജന്റ്സ് ഉണ്ട്. അതിൽ മയോട്ടിക് ഏജന്റ് ആണ് എന്ത്? പൈലോകാർപ്പിൻ. സോ പൈലോകാർപ്പിൻ ഈസ് എ മയോട്ടിക് ഏജന്റ്. അവരെന്താ ചെയ്യുന്നത്? ദേ ആർ യൂസ്ഡ് ഇൻ ഗ്ലോക്കോമ. ഗ്ലോക്കോമയിൽ ഇൻട്രാ ഓക്കുലാർ പ്രഷർ കൂടിയ ഒരു കണ്ടീഷൻ ആണ് ഗ്ലോക്കോമയിൽ, ഐനെ അഫക്ട് ചെയ്യുന്ന ഒരു ഡിസോർഡർ ആണ്. അപ്പൊ ആ കേസിൽ അക്വസ് ഔട്ട്ഫ്ലോ, അതായത് അക്വസ് ഹ്യൂമർ, നമുക്കറിയാം ഐയുടെ അകത്തുള്ള ഒരു പെർട്ടിക്കുലർ സെക്രീഷൻ ആണ് അക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറും. അതിൽ അക്വസ് ഔട്ട്ഫ്ലോനെ ഇൻക്രീസ് ചെയ്യും. അതാണ് എന്തിന്റെ ഫംഗ്ഷൻ? പൈലോകാർപ്പിന്റെ ഫംഗ്ഷൻ. സോ പൈലോകാർപ്പിൻ എന്താണ്? അത് ഓർക്കുക. അതായത് കോസസ് മിയോസിസ്, മയോട്ടിക് ഏജന്റ് ആണ്. മയോസിസ് കോസ് ചെയ്യുന്ന ഏജന്റ് ആണ് പൈലോകാർപ്പിൻ. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്രീസസ് ദി അക്വസ് ഔട്ട്ഫ്ലോ ഇൻ കേസ് ഓഫ് ഗ്ലോക്കോമ. ലെറ്റാനോപ്രോസ് അതൊരു പ്രൊസ്റ്റാഗ്ലാൻഡിൻ. ഇനി ലാസ്റ്റ് ഈ പ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം റിലേറ്റഡ് ആയി ഇങ്ങനെ വരുന്ന ഡ്രഗ്സുകൾ എല്ലാം എന്താണ്? പ്രൊസ്റ്റാഗ്ലാൻഡിൻ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, കുറെ ടൈപ്പ് ഓഫ് ഡ്രഗ്സ് വരുന്നുണ്ട്. അതിൽ ലെറ്റാനോപ്രോസ്റ്റ് എന്ന് പറയുന്ന ഡ്രഗ് എന്താണ്? ഇറ്റ് ഇസ് എ പ്രൊസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് റെഡ്യൂസിങ് ഇൻട്രാ ഓക്കുലാർ പ്രഷർ. സോ ഒഫ്താൽമിക് റിലേറ്റഡ് ഡിസോർഡർ. നമ്മൾ ഈ ലെറ്റാനോപ്രോസ്റ്റിന്റെ ഐ ഡ്രോപ്സ് ഒക്കെ ഇപ്പോൾ കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ്. സോ ലെറ്റാനോപ്രോസ്റ്റ് എന്താണ്? ഒരു പ്രൊസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദി ഇൻട്രാ ഓക്കുലാർ പ്രഷർ. അതെന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? റെഡ്യൂസിങ് ദി ഇൻട്രാ ഓക്കുലാർ പ്രഷർ. ഇൻട്രാ ഓക്കുലാർ പ്രഷർ കുറയ്ക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ടിമലോൺ. അപ്പൊ ഇത്രയും പോർഷൻ ഓക്കെ എന്ന് തോന്നുന്നു. Next one, Timolol. It is a non-selective beta blocker used in glaucoma treatment. നമുക്കറിയാം നമ്മൾ ഈ ബീറ്റ ബ്ലോക്കേഴ്സ് പഠിക്കുമ്പോൾ β1 റിസപ്റ്റർ ഉണ്ട്, β2 റിസപ്റ്റർ ഉണ്ട്. ചിലത് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ സെലക്റ്റീവ് ആയിട്ട് β1 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സ് ഉണ്ടാവും. ചിലത് സ്പെസിഫിക് ആയിട്ട് β2നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ അത് നോൺ സെലക്റ്റീവ്, അതായത് either β1 or β2. അപ്പൊ ടിമലോളിന്റെ കേസിൽ അത് എന്താണ്? അതൊരു നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആണ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ഗ്ലോക്കോമ ട്രീറ്റ്മെന്റ്. അപ്പൊ ടിമലോൾ എന്താണ്? ടിമലോൾ ഓൾസോ അതൊരു നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആണ്. നമ്മൾ കഴിഞ്ഞ പോർഷനിലൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ ഓള് വരുന്നതെല്ലാം എന്താണ്? ബീറ്റ ബ്ലോക്കേഴ്സ് ആയിരിക്കും മെയിൻലി. സോ നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആണ് ടിമലോൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഗ്ലോക്കോമ ട്രീറ്റ്മെന്റ്. ടിമലോൾ ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഗ്ലോക്കോമ. അടുത്ത എന്താണ്? അസിറ്റാസോളമൈഡ്. അസിറ്റാസോളമൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അതൊരു കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ ആണ്. അസിറ്റാസോളമൈഡ് ഇസ് എ കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ റെഡ്യൂസിംഗ് ദി അക്വസ് ഹ്യൂമർ പ്രൊഡക്ഷൻ. അപ്പൊ അസിറ്റാസോളമൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ് ആണ്? കാർബോണിക് ആൻഹൈഡ്രേസ് ആണ്. കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ. നമ്മൾ ഈ ഡയോറിറ്റിക്സിന്റെ പോർഷൻ പഠിക്കുമ്പോൾ അതിനകത്തുള്ള ഒരു കാറ്റഗറി ഓഫ് ഡ്രഗ് ആണ് കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ. സോ ഈ അസിറ്റാസോളമൈഡ് ഇസ് ടൈപ്പ് ഓഫ് കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ. അതിന്റെ വേറൊരു ഫംഗ്ഷൻ ആണ് എന്ത്? അതും ഈ അക്വസ് ഹ്യൂമറിന്റെ പ്രൊഡക്ഷനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ പൈലോകാർപ്പിൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഇൻക്രീസസ് ദി അക്വസ് ഔട്ട്ഫ്ലോ ഇൻ ഗ്ലോക്കോമ. ദെൻ ലെറ്റാനോപ്രോസ്റ്റ് ഇതൊരു പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റെഡ്യൂസിംഗ് ദ ഇൻട്രാ ഓക്കുലാർ പ്രഷർ,
ടിമലോൾ എന്ന് പറഞ്ഞൊരു നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആണ് യൂസ്ഡ് ഇൻ ഗ്ലോക്കോമ. പിന്നെ നമ്മൾ നോക്കിയ അസറ്റസോളമൈഡ്. അസറ്റസോളമൈഡ് എന്താണ്? ഇറ്റ് ഇസ് എ കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ, ഹെൽപ്സ് ഇൻ റെഡ്യൂസിംഗ് ദി അക്വസ് ഹ്യൂമർ പ്രൊഡക്ഷൻ. നെക്സ്റ്റ് സിപ്രോഫ്ലോക്സാസിൻ. നമുക്കറിയാം സിപ്രോഫ്ലോക്സാസിൻ എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ആന്റിബയോട്ടിക് ആണ്. So ciprofloxacin is a fluoroquinolone antibiotic. Ciprofloxacin is a fluoroquinolone antibiotic used for various infection. Fluoroquinolone antibiotic specific ആയിട്ട് പറഞ്ഞിട്ടില്ല സിലബസിൽ, എന്നാലും ഓർക്കുക സിപ്രോഫ്ലോക്സാസിൻ എന്താണ്? അതൊരു ഫ്ലൂറോക്വിനോൺ ആന്റിബയോട്ടിക് ആണ്. Azithromycin is a second line antibiotic for multi-drug resistant typhoid. So azithromycin എന്താണ്? ഒരു സെക്കൻഡ് ലൈൻ ആന്റിബയോട്ടിക് ആണ്. എന്തിന്റെ കേസിൽ? മൾട്ടി drug resistant typhoid. മൾട്ടി-ഡ്രഗ് റെസിസ്റ്റന്റ് ടൈഫോയിഡിൽ ഒരു സെക്കൻഡ് ലൈൻ ആന്റിബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? അസിത്രോമൈസിൻ. പിന്നെ അടുത്തതാണ് ക്ലോറാംഫെനിക്കോൾ. ക്ലോറാംഫെനിക്കോൾ ഇസ് റെയർലി യൂസ്ഡ് ഡ്യൂ ടു റെസിസ്റ്റൻസ് ബട്ട് ഇറ്റ് ഈസ് എഫക്റ്റീവ് ഇൻ സെലക്റ്റീവ് സ്ട്രെയിൻസ്. അപ്പൊ ഇതെന്താണ്? റെസിസ്റ്റന്റ് ഓൾറെഡി മോസ്റ്റ് ഓഫ് ദി മൈക്രോ ഓർഗാനിസം എന്താണ്? ഇവിടെ റെസിസ്റ്റന്റ് ആണ്. പക്ഷെ ചില സെൻസിറ്റീവ് സ്ട്രെയിൻസിന്റെ കേസിൽ എന്ത് എഫക്റ്റീവ് ആണ്? ക്ലോറാംഫെനിക്കോൾ എഫക്റ്റീവ് ആണ്. നോർഫ്ലോക്സാസിൻ ഇസ് യൂസ്ഡ് ഫോർ യൂറിനറി ആൻഡ് ജെനൈറ്റൽ ട്രാക്ട് ഇൻഫെക്ഷൻ. നമുക്കറിയാം നമ്മൾ യൂറിനറി ആന്റിസെപ്റ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. സോ യൂറിനറി ആന്റിസെപ്റ്റിക്സ് അല്ലാണ്ട് നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ജെനിറ്റൽ ട്രാക്ട് ഇൻഫെക്ഷൻസിന് കോമൺ ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്ന ഒരു ആന്റിബയോട്ടിക് ആണ് ഏത്? നോർഫ്ലോക്സാസിൻ. അല്ലാണ്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു യൂറിനറി ആന്റിസെപ്റ്റിക് നമ്മൾ നൈട്രോഫ്യൂറൻറ്റോയിൻ ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പൊ അതല്ലാണ്ട് നോർഫ്ലോക്സാസിൻ ആണ് എന്തിന് യൂസ് ചെയ്യുന്നത്? used for urinary and genital tract infections. Then Salmonella typhi resistance has reduced the efficiency of many antibiotics. നമ്മൾ ഓൾറെഡി പറഞ്ഞു മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ടൈഫോയിഡിന്റെ കേസിൽ ഒരു സെക്കൻഡ് ലൈൻ ആന്റിബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യുന്ന അസിത്രോമൈസിൻ. അപ്പോൾ ഈ സാൽമണല ടൈഫി എന്ന് പറഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഓൾമോസ്റ്റ് എല്ലാ ആന്റിബയോട്ടിക്കിനോടും റെസിസ്റ്റന്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലും ആന്റിബയോട്ടിക്സിന്റെ എഫിക്കസി അത് കുറച്ചിട്ടുണ്ട്. Then glutathione depletion is critical in paracetamol toxicity. So paracetamol overdose കേസിൽ ഗ്ലൂട്ടാതയോൺ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലൂട്ടാതയോൺ ഡിപ്ലീഷൻ ഇസ് ക്രിട്ടിക്കൽ ഇൻ പാരസെറ്റമോൾ ടോക്സിസിറ്റി. പാരസെറ്റമോൾ ഓവർഡോസിന് നമ്മൾ കൊടുക്കുന്ന ആന്റിഡോട്ട് ഏതാണ്? N-acetylcysteine. ഇത് കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ ഒരു ആൻസർ ആണ്. N-acetylcysteine ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റിഡോട്ട്. അതല്ലാണ്ട് അവിടെ ക്രിട്ടിക്കൽ ആയിട്ട് ഓർത്തിരിക്കേണ്ട വേറൊരു പോയിന്റ് എന്താണ്? ഗ്ലൂട്ടാതയോൺ ഡിപ്ലീഷൻ. Glutathione depletion is also a critical point in case of paracetamol toxicity. Okay, next one. N-acetylcysteine is the antidote for paracetamol poisoning. Activated charcoal is used to prevent drug absorption overdose. So നമ്മളിപ്പോ ഒരു പോയിസണിങ്ങിന്റെ കേസിലൊക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു ഡ്രഗിന്റെ അബ്സോർപ്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് എന്ത്? ആക്ടിവേറ്റഡ് ചാർക്കോൾ. അതിനെ യൂണിവേഴ്സൽ ആന്റിഡോട്ട് എന്നും കൂടി പറയും. So activated charcoal is used to prevent the drug absorption overdose. പിന്നെ അടുത്തൊരു പോയിന്റ് ആണ് എന്ത്? WHO എസെൻഷ്യൽ മെഡിസിൻസ് ലിസ്റ്റ്. നമുക്കറിയാം ഒരു എസെൻഷ്യൽ മെഡിസിൻസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. essential medicine list. So WHO essential medicine list പ്രകാരം അതിന്റെ 23 FDCs ഉണ്ട്. 23 ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻസ് ഉണ്ട്. So WHO essential medicine list പ്രകാരം 23 fixed dose combinations ഉണ്ട്. Now variation in drug response can be genetic or non-genetic. പിന്നെ phase 1 clinical trials focus on human pharmacology and safety. അത് ഓരോ phases-നെ പറ്റി അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. Microdosing studies are undertaken before phase 1 trials to reduce the cost. അത്
അതും അത്ര ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം, നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല. phase 1 ട്രയലിന് മുന്നേ ആയിട്ട് മൈക്രോ ഡോസിങ് സ്റ്റഡീസ് നമ്മൾ നടത്താറുണ്ട്, കോസ്റ്റ് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. Okay, next one, good clinical practice guidelines ensure the integrity of clinical trials. Clinical trials ന്റെ ഇമ്പോർട്ടൻസ് എന്ത്, ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസിൽ കൂടുതൽ ഗൈഡ് ലൈൻസ് അത് പ്രയോറിറ്റൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി വൈറ്റമിൻസിനെ പറ്റി നമുക്കറിയാം. വൈറ്റമിൻ എ ആണ് എന്ത്, റെറ്റിനോൾ. Vitamin A is stable in the absence of air and is used for vision health. So മെയിൻ ആയിട്ട് വിഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ഏത്, വൈറ്റമിൻ എ ഓർ റെറ്റിനോൾ. അത് എയറിന്റെ ആബ്സെൻസിൽ സ്റ്റേബിൾ ആണ്. നെക്സ്റ്റ് വൈറ്റമിൻ ഡി ഈസ് ഓൾസോ നോൺ ആസ് cholecalciferol and is essential for calcium absorption. കാൽഷ്യം അബ്സോർപ്ഷന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് എന്ത്, വൈറ്റമിൻ ഡി. സോ വൈറ്റമിൻ ഡി ഓർ cholecalciferol is essential for calcium absorption. ഇനി വൈറ്റമിൻ ഇ or alpha tocopherol, it is an antioxidant protecting the cell membrane. So അതിന്റെ അതെന്താണ്, ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. നമുക്കറിയാം ഈ ഏജിങ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏജിങ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതാണ്, സെൽ മെംബ്രെയിൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ ഇ ഇസ് ഓൾസോ നോൺ ആസ് ടോക്കോഫെറോൾ. വൈറ്റമിൻ കെ നമുക്കറിയാം അത് ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു വൈറ്റമിൻ ആണ്. ഫൈറ്റോനാഡിയോൺ എന്നാണ് അതിന് പറയുക. ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിങ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ. So vitamin A, retinol, it is mainly related with the vision. Vitamin D or cholecalciferol is essential for calcium absorption. Vitamin E or alpha tocopherol is an antioxidant, and vitamin K or phytonadione is crucial for blood clotting or coagulation. നെക്സ്റ്റ് വൺ ഐസോനിയാസിഡ്. നമുക്കറിയാം, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ഐസോനിയാസിഡും മെത്താംബ്യൂട്ടോളൊക്കെ എന്താണ്, ആന്റി TB ഡ്രഗ്സ് ആണ്. ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഓർക്കാനുള്ള പോയിന്റ്സ് തന്നെ ഉള്ളൂ. ഐസോനിയാസിഡ് ആൻഡ് എത്താംബ്യൂട്ടോൾ ആർ യൂസ്ഡ് ടുഗെദർ ഇൻ സ്പെസിഫിക് ഡോസസ് ഫോർ ട്യൂബർക്ലോസിസ്. അതായത് ആന്റി TB ഡ്രഗ്സ് ആണത്. റിഫാംപിസിൻ, ഐസോനിയാസിഡ്, എത്താംബ്യൂട്ടോൾ, പൈറാസിനമൈഡ് ഒക്കെ. ഇതൊക്കെ എന്താണ്, ആന്റി TB ഡ്രഗ്സ് ആണ്. ഇനി ഫ്ലൂറോക്വിനോൾസ്, നമ്മളത് ഫ്ലൂറോക്വിനോൾസ് ഇൻഹിബിറ്റ് ബാക്ടീരിയൽ DNA ഗൈറീസ് ആൻഡ് ടോപ്പോഐസോമറൈസ് 4. ഫ്ലൂറോക്വിനോൾസ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല, എന്നാൽ ബാക്ടീരിയൽ DNA ഗൈറീസിനെയും ടോപ്പോഐസോമറൈസ് 4നെയും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. Next one, chloramphenicol. Chloramphenicol can cause aplastic anemia as side effect. So chloramphenicol എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന്റിബയോട്ടിക്കിന്റെ സൈഡ് എഫക്റ്റ് ആണ് എന്ത്, അപ്ലാസ്റ്റിക് അനീമിയ. അപ്ലാസ്റ്റിക് അനീമിയ ഇത് കോസ് ചെയ്യുന്നുണ്ട്. Azithromycin is a macrolide antibiotic with a broad spectrum of activity. So macrolide, നമുക്കറിയാം ആന്റിബയോട്ടിക്സ് തന്നെ കുറെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ലൈക്ക് മാക്രോലൈഡ് ആന്റിബയോട്ടിക്സ് വരുന്നുണ്ട്, ഫ്ലൂറോക്വിനോൺസ് വരുന്നുണ്ട്, ബീറ്റാലാക്ടം ആന്റിബയോട്ടിക്സ് വരുന്നുണ്ട്, അതുപോലെ ലിങ്കോസമൈഡ് റിലേറ്റഡ് ലൈക്ക് ആന്റിബയോട്ടിക്സ് വരുന്നുണ്ട്. അങ്ങനെ കുറെ ആന്റിബയോട്ടിക്സ് വരുന്നുണ്ട്. സോ ഈ ആസിത്രോമൈസിൻ എന്താണ്, ഇതൊരു മാക്രോലൈഡ് ആന്റിബയോട്ടിക് ആണ് വിത്ത് എ ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി. ഇനി അറ്റനലോൾ ഇസ് എ ബീറ്റ-1 സെലക്റ്റീവ് ബ്ലോക്കർ യൂസ്ഡ് ഫോർ ഹൈപ്പർ ടെൻഷൻ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, β1 റിസപ്റ്ററും ഉണ്ട്, β2 റിസപ്റ്ററും ഉണ്ട്. β1 ബ്ലോക്കറിനകത്ത് β1നകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഡ്രഗ് ആണ് അറ്റനലോൾ, ബിസോപ്രോലോൾ, എസ്മലോൾ, നെബിവലോൾ, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം β1 ആണ്. സെലക്റ്റീവ് അറ്റനലോൾ എന്താണ്, ഒരു സെലക്റ്റീവ് ആയിട്ട് β1നെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ് ആണ്. ഇറ്റ് ഇസ് എ സെലക്റ്റീവ് β1 ബ്ലോക്കർ യൂസ്ഡ് ഇൻ ഹൈപ്പർ ടെൻഷൻ. Propranolol is a non-selective beta blocker affecting both β1 and β2 receptors. So ഇതൊരു നോൺ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ബീറ്റ ബ്ലോക്കർ ആണ് ഏത്, പ്രൊപ്രാനലോൾ. അതായത് β1നെ ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ β2നെയും ബ്ലോക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഗ്ലൂക്കോമ ട്രീറ്റ്മെന്റ്.
Glaucoma treatment includes beta blockers, prostaglandin analogs and myotics. അപ്പോൾ ഗ്ലോക്കോമയുടെ കേസിൽ അതിന്റെ മാനേജ്മെന്റിന് നമുക്ക് ബീറ്റ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ടിമലോളിന്റെ കേസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. ടിമലോൾ പോലെയുള്ള ഡ്രഗ്സ്, പ്രോസ്റ്റാഗ്ലാൻഡിന്റെ ടേംസിൽ ലറ്റാനോപ്രോസ്റ്റ് പറഞ്ഞായിരുന്നു. ലറ്റാനോപ്രോസ്റ്റ്, ട്രാവോപ്രോസ്റ്റ് അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ മയോട്ടിക് ഏജൻസ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഗ്ലോക്കോമ ട്രീറ്റ്മെന്റ് ഇൻക്ലൂഡ്സ് ബീറ്റ ബ്ലോക്കേഴ്സ്, prostaglandin analogs and myotics. Atropine causes mydriasis by blocking muscarinic receptors in the eye. നമ്മൾ ഓൾറെഡി അട്രോപ്പിൻ പറഞ്ഞായിരുന്നു. മസ്കാനിക് സബ് ടൈപ്സ് അതിന്റെ റിസപ്റ്റേഴ്സിനെയൊക്കെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? ഇത് മിഡ്രിയാസിസ് ആണ് കോസ് ചെയ്യുന്നത്. So it is a mydriatic agent. Neostigmine is a reversible cholinesterase inhibitor used in myasthenia gravis. So neostigmine എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിവേഴ്സിബിൾ കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റർ ആണ്. സോ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് റിവേഴ്സിബിളും ഉണ്ട്, അതുപോലെ റിവേഴ്സിബിളും ഉണ്ട്. അതിൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള റിവേഴ്സിബിൾ കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റർ ആണ് ഏത്? നിയോസ്റ്റിഗ്മിൻ. സോ നിയോസ്റ്റിഗ്മിൻ എന്താണ്? നിയോസ്റ്റിഗ്മിൻ ഈസ് എ reversible cholinesterase inhibitor. Neostigmine is a reversible cholinesterase inhibitor. It is used in the treatment of myasthenia gravis. Myasthenia gravis എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസോർഡറിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ നിയോസ്റ്റിഗ്മിൻ എന്താണ്? ഒരു റിവേഴ്സിബിൾ കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റർ ആണ്. മയസ്തീനിയ ഗ്രാവിസിന്റെ മാനേജ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അഡ്രിനാലിൻ ഇസ് എ നോൺ സെലക്റ്റീവ് അഡ്രിനർജിക് അഗോണിസ്റ്റ്. സോ നമുക്കറിയാം കോളിനർജിക് സിസ്റ്റം ഉണ്ട്, അഡ്രിനർജിക് സിസ്റ്റം ഉണ്ട്. അഡ്രിനർജിക് മീൻസ് എ സിമ്പത്തറ്റിക് സിസ്റ്റം, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ കാറ്റക്കോളമൈൻസ് ആണ് മെയിൻ ആയിട്ട് ന്യൂറോ ട്രാൻസ്മിഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, എഫീഡ്രിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോറെപ്പിനെഫ്രിൻ. അപ്പൊ അഡ്രിനാലിൻ എന്താണ്? അതൊരു നോൺ സെലക്റ്റീവ് ആയിട്ടുള്ള അഡ്രിനർജിക് അഗോണിസ്റ്റ് ആണ് അഡ്രിനാലിൻ. പിന്നെ നോറെപ്പിനെഫ്രിൻ ഓർ നോറഡ്രിനാലിൻ ദിസ് പ്രൈമർലി സ്റ്റിമുലേറ്റ്സ് ആൽഫ റിസപ്റ്റേഴ്സ് കോസിംഗ് വാസോ കൺസ്ട്രിക്ഷൻ. സോ ആൽഫ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കും. ഏത്? നോറെപ്പിനെഫ്രിൻ. അടുത്തൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിൻ. ഡോപ്പമിൻ is used in shock to increase the cardiac output and renal perfusion. Next one, labetalol. Labetalol is a mixed alpha and beta blocker used in hypertension. So alpha and mixed ആണ്, alpha plus beta mixed ആണ്. alpha and beta blocker used in hypertension. ഏതാണ്? labetalol. ലബിറ്റലോൾ എന്ന് പറഞ്ഞ ഡ്രഗ് എന്താണ്? ഇറ്റ് ഈസ് എ മിക്സ്ഡ് ആൽഫ ആൻഡ് ബീറ്റ ബ്ലോക്കർ യൂസ്ഡ് ഇൻ ഹൈപ്പർടെൻഷൻ. പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ്? കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിനകത്ത് വരുന്ന ഡ്രഗ്സ് വെരാപ്പമിൽ, ഡിൽറ്റിയാസം, അംലോഡിപ്പിൻ, നിഫിഡിപ്പിൻ എക്സെട്ര. അപ്പൊ നമ്മൾ കുറെ ഡ്രഗ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതിൽ വെരാപ്പമിൽ എന്താണ്? ഇറ്റ് ഇസ് എ കാൽഷ്യം ചാനൽ ബ്ലോക്കർ അഫക്റ്റിംഗ് ദ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽ. പിന്നെ നൈട്രോഗ്ലിസറിൻ ഓൾസോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. നൈട്രോഗ്ലിസറിൻ ഇസ് എ നൈട്രൈറ്റ് യൂസ്ഡ് ഇൻ ആൻജൈന. നമ്മൾ സബ്ലിങ്ക്വലി കൊടുക്കുന്നതാണ്. പിന്നെ അതിന്റെ ഏകദേശം പീക്ക് പ്ലാസ്മ കോൺസെൻട്രേഷൻ ടൈം 4 to 6 minutes and 4 minutes ആണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ഇറ്റ് ഇസ് എ നൈട്രേറ്റ് യൂസ്ഡ് ഇൻ ആൻജൈന ടു ഡൈലേറ്റ് ദ കൊറോണറി ആർട്ടറീസ്. പിന്നെ ആസ്പിരിൻ എന്താണ്? ഇറ്റ് ഇൻഹിബിറ്റ്സ് COX-1, cyclooxygenase 1 and COX-2 enzyme, reducing the inflammation and platelet aggregation. So the anti-platelet ആയിട്ട് ആക്ട് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലമേഷൻ ഓൾറെഡി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ എന്താണ്? പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനും. ഏതാണ്? ആസ്പിരിൻ. Next one, metformin is a biguanide used in type 2 diabetes mellitus to decrease the glucose production. നമുക്കറിയാം മെറ്റ്ഫോമിൻ എന്താണ്? ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്ന ബൈഗ്വാനൈഡ് കാറ്റഗറിയിൽ പെട്ടുള്ള ഒരു ഡ്രഗ് ആണ് മെറ്റ്ഫോമിൻ. അത് ഗ്ലൂക്കോസ് പ്രൊഡക്ഷനെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇൻസുലിൻ is essential for glucose uptake in cells, particularly in type 1 diabetes. നമുക്കറിയാം ഗ്ലൂക്കോസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബോഡിയിലെ ഏക ഹോർമോൺ ആണ് ഇൻസുലിൻ. സോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ്. ഹൈഡ്രോക്ലോതയസൈഡ് ഇസ് എ തയസൈഡ് ഡയോറിറ്റിക് യൂസ്ഡ് ഇൻ ഹൈപ്പർ ടെൻഷൻ ആൻഡ് എഡിമ. അത് നമുക്ക് അറിയാവുന്ന പോയിന്റ് ആണ്. തയസൈഡ് ഡയോറിറ്റിക് ആണ്. അതുപോലെ ഹൈപ്പർ ടെൻഷനും അതുപോലെ തന്നെ എഡിമയുടെ കേസിൽ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രൂസിമൈഡ് ഇസ് എ ലൂപ്പ് ഡയോറിറ്റിക് യൂസ്ഡ് ഫോർ അക്യൂട്ട് പൾമണറി എഡിമ ആൻഡ് ക്രോണിക് ഹാർട്ട് ഫെയിലിയർ. അതായത് ഫ്രൂസിമൈഡ് എന്താണ്? അതൊരു ലൂപ്പ് ഡയോറിറ്റിക് ആണ്. അതുപോലെ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അക്യൂട്ട് പൾമണറി എഡിമയുടെ കേസിലും
ക്രോണിക് ഹാർട്ട് ഫെയിലിയറിന്റെ കേസിലും, ഹൈഡ്രോക്ലോത്തൈസൈഡ് യൂസ് ചെയ്യുന്ന എഡിമയുടെ കേസിലും, ഹൈപ്പർ ടെൻഷന്റെ കേസിലും, പിന്നെ ഫ്രോസിമൈഡ് അക്യൂട്ട് പൾമണറി എഡിമ ആൻഡ് ക്രോണിക് ഹാർട്ട് ഫെയിലിയർ. സ്റ്റാറ്റിൻസ് നമ്മൾ പറഞ്ഞു, റോസുവാസ്റ്റാറ്റിൻ, അറ്റോവാസ്റ്റാറ്റിൻ, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് സ്റ്റാറ്റിൻസ് ഉണ്ട്. സോ സ്റ്റാറ്റിൻസ് എല്ലാം എന്താണ് ചെയ്യുന്നത്? HMG കോയെ റിഡക്റ്റീസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. ലിപ്പിഡമിക് ഡ്രഗ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പോയിന്റ് എന്താണ്? ഈ ഒരു എൻസൈമെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ. HMG കോയെ റിഡക്റ്റീസിനെ എന്ത് ചെയ്യും? റിഡക്റ്റീസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ കൊളസ്ട്രോൾ സിന്തസിസിനെ അത് റെഡ്യൂസ് ചെയ്യും. ഇൻസുലിൻ ഈസ് എസെൻഷ്യൽ ഫോർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ഇൻ സെൽസ്, പെർട്ടിക്കുലർലി ഇൻ ടൈപ്പ് 1 ഡയബറ്റിസ്. ഹൈഡ്രോക്ലോറോതൈസൈഡ് ഇസ് എ തൈസൈഡ് ഡയബറ്റിക് യൂസ്ഡ് ഇൻ ഹൈപ്പർ, നമ്മൾ ഓൾറെഡി പറഞ്ഞു മുന്നേ. ഈ രണ്ട് പോയിന്റ് നമ്മൾ ഓൾറെഡി ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞിരുന്നു. മെത്തോട്രെക്സേറ്റ് ഇസ് എ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്റ്റീസ് ഇൻഹിബിറ്റർ യൂസ്ഡ് ഇൻ ക്യാൻസർ ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. നമുക്കറിയാം മെത്തോട്രെക്സേറ്റ് എന്ന് പറഞ്ഞ ഡ്രഗ് ഒരു ആന്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ് ആണ്. അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. അതിന്റെ ഫംഗ്ഷൻ ആണ് ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്റ്റീസ്, അതായത് ഫോളിക് ആസിഡിന്റെ സിന്തസിസ്, അതിലെ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈമിനെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. സോ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്റ്റേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് മെത്തോട്രെക്സേറ്റ്. സെക്കൻഡ് വൺ, നെക്സ്റ്റ് പോയിന്റ്, സൈക്ലോസ്പോറിൻ ഈസ് ആൻ ഇമ്മ്യൂണോ സപ്രസന്റ് യൂസ്ഡ് ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. സൈക്ലോസ്പോറിൻ എന്താണ്? ഒരു ഇമ്മ്യൂണോ സപ്രസന്റ് ആണ്. അത് ഈ ഒരു സൈക്ലോസ്പോറിനും ടാക്രോലിമസും രണ്ടും എന്താണ്? ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്. Both are immunosuppressants used in organ transplantation. Tacrolimus organ rejection അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹെപ്പാരിൻ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ആന്റികോയാഗുലന്റ് ആണ്, യൂസ്ഡ് ടു പ്രിവെന്റ് ആൻഡ് ട്രീറ്റ് ബ്ലഡ് ക്ലോട്ട്സ്. സോ ആന്റികോയാഗുലന്റ് ആണ് ഹെപ്പാരിൻ. Next point, warfarin. Warfarin is a vitamin K antagonist used as an oral anticoagulant. നമുക്കറിയാം വൈറ്റമിൻ കെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഒരു വൈറ്റമിൻ ആണ്. സോ ഈ വൈറ്റമിൻ കെയുടെ ഒരു ആന്റഗോണിസ്റ്റ് ആയിട്ട്, അതിന്റെ ആക്ഷനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഏജന്റ് ആയിട്ടാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? വാർഫാരിൻ. സോ വാർഫാരിൻ is a vitamin K antagonist. It is used as an oral anticoagulant. Clopidogrel is an antiplatelet agent used to prevent strokes and heart attacks. ഒരു antiplatelet agent ആണ് എന്ത്? ക്ലോപ്പിഡോഗ്രൽ. പിന്നെ ആസ്പിരിൻ നമ്മൾ പറഞ്ഞു. Paracetamol is an analgesic and antipyretic with weak anti-inflammatory properties. Already note point. Ibuprofen is a non-steroidal anti-inflammatory drug used to reduce fever and treat pain. അതെല്ലാം NSAID കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സ് ആണ്. Next point, diclofenac is an NSAID used to treat pain and inflammatory disorders. Naproxen is an NSAID used to treat pain, menstrual cramps and inflammatory diseases. ഇതെല്ലാം എന്താണ്? NSAID കാറ്റഗറിയിൽ പെട്ടുള്ള ഡ്രഗ്സ് ആണ്. Corticosteroids are used to reduce inflammation and suppress the immune system. പിന്നെ corticosteroids വരുന്ന ഡ്രഗ്സ് ആണ് prednisone and dexamethasone. So prednisolone is a corticosteroid used to treat inflammatory and autoimmune conditions. പിന്നെ അതുപോലെ ഡെക്സാമെത്തോസോൺ എന്താണ്? അതും ഒരു പൊട്ടന്റ് കോർട്ടിക്കോസ്റ്റീറോയിഡ് ആണ്, യൂസ്ഡ് ഇൻ വേരിയസ് ഇൻഫ്ലമേറ്ററി ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. Hydrocortisone is a corticosteroid used to treat inflammation and adrenal insufficiency. So adrenal insufficiency ക്ക് യൂസ് ചെയ്യുന്ന കോർട്ടിക്കോസ്റ്റീറോയിഡ് ആണ് എന്ത്? ഹൈഡ്രോകോർട്ടിസോൺ. പിന്നെ ബെറ്റാമെത്തസോൺ നമുക്കറിയാം കൂടുതലും ഈ ഒരു ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓയിൽമെന്റ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. ബെറ്റാമെത്തസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ്. സോ അതെന്താണ്? അത് ഒരു കോർട്ടിക്കോസ്റ്റീറോയിഡ് ആണ്, യൂസ്ഡ് ഇൻ ഡെർമറ്റോളജി ആൻഡ് റുമറ്റോളജി. ബീറ്റാമെത്തസോൺ. അസിക്ലോവർ ഇനി ഒരു ആന്റിവൈറൽ ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ അസിക്ലോവർ നമുക്കറിയാം ഇൻഫ്ലുവൻസയുടെ ഹെർപ്പിസിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിച്ചു. സോ അസിക്ലോവർ ഇസ് ആൻ ആന്റിവൈറൽ ഡ്രഗ് യൂസ്ഡ് ടു ട്രീറ്റ് ഹെർപ്പിസ് സിംപ്ലെക്സ് ആൻഡ് വെരിസെല്ല സോസ്റ്റർ വൈറസസ്. സോ അസിക്ലോവർ
ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസിന്റെ കേസിലും വെരിസെല്ല സോസ്റ്റർ വൈറസിന്റെ കേസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓസെൽറ്റാമിവർ എന്താണ്, ഇൻഫ്ലുവൻസയുടെ കേസിൽ. സോ ഇറ്റ് ഇസ് എൻ ആന്റിവൈറൽ ഡ്രഗ് യൂസ് ടു ട്രീറ്റ് ആൻഡ് പ്രിവെന്റ് ഇൻഫ്ലുവൻസ എ ആൻഡ് ബി. സിഡോവുഡിൻ ഇസ് എൻ ആന്റി റിട്രോവൈറൽ ഡ്രഗ് യൂസ്ഡ് ടു ട്രീറ്റ് HIV ഓർ AIDS. സോ സിഡോവുഡിൻ എന്താണ്, അപ്പം ഈ ഒരു കാറ്റഗറി റിട്രോവൈറലും നോൺ റിട്രോവൈറൽ ഡ്രഗ്സും അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക, ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് പഠിക്കണം. അടുത്തത് എഫാവറൻസ് ഇസ് എ നോൺ ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റർ. എഫാവറൻസ് എന്താണ്, അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാ, നോൺ ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റർ. നോൺ ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റർ വരുന്നതാണ് എഫാവറൻസ്. അതും AIDS അല്ലെങ്കിൽ HIV ട്രീറ്റ്മെന്റിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Next one, lopinavir is a protease inhibitor used in combination with ritonavir for AIDS. അപ്പോൾ lopinavir എന്താണ്, ഒരു protease inhibitor ആണ്. നമ്മൾ എഫാവറൻസ് പറഞ്ഞു, നോൺ ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞു. ലോപ്പിനാവർ എന്താണ്, ഇറ്റ് ഈസ് എ പ്രോട്ടീസ് ഇൻഹിബിറ്റർ. നമ്മളത് കോമൺ ആയിട്ട് റിറ്റോനാവർ ആയിട്ട് കോമ്പിനേഷനിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അതാണ് antiviral point. ഇനി chloroquine is an anti-malarial drug also used in autoimmune diseases like rheumatoid arthritis. So chloroquine എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു anti-malarial drug ആണ്. നമ്മളത് it is also used in മലേറിയക്ക് അല്ലാണ്ട് വേറെ യൂസ് ചെയ്യുന്ന autoimmune disorders നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Artemisinin is an anti-malarial drug derived from the sweet wormwood plant. So അതൊരു നമ്മൾ ഫാർമകോഗ്നസിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മലേറിയയുടെ ഡ്രഗ്സ് പഠിക്കുമ്പോൾ സിങ്കോണ, അതിന്റെ കൂടെ തന്നെ ആർട്ടിമിസിൻ എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്, സ്വീറ്റ് വേംവുഡ് പ്ലാന്റിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു ആന്റി മലേറിയൽ ഡ്രഗ് ആണ് ആർട്ടിമിസിനിൻ. നെക്സ്റ്റ് വൺ, മെട്രോണിഡസോൾ. മെട്രോണിഡസോൾ ഇസ് ആൻ ആന്റിബയോട്ടിക് ആൻഡ് ആന്റി പ്രോട്ടോസോവൽ യൂസ്ഡ് ടു ട്രീറ്റ് വേരിയസ് ഇൻഫെക്ഷൻസ്. അതായത് മെട്രോണിഡസോൾ എന്താണ്, അതൊരു ആന്റിബയോട്ടിക് ഡ്രഗും ആണ്, അതുപോലെ ഒരു ആന്റി പ്രോട്ടോസോവലും കൂടിയാണ്. ഇനി ആൽബൻഡസോൾ എന്താണ്, ഇതൊരു ആന്റി ബേം ഇൻഫെസ്റ്റേഷൻസിന്, പാരസിറ്റിക് ബേം ഇൻഫെസ്റ്റേഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ആൽബൻഡസോൾ. Next one, praziquantel. Praziquantel is an anhelmintic drug used to treat schistosomiasis and other parasitic infections. ഇനി ലീവോതൈറോക്സിൻ, നമുക്കറിയാം ഹൈപ്പോതൈറോയിഡിസത്തിന്റെ കേസിൽ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നുണ്ട്. സോ ആ കേസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സിന്തറ്റിക് തൈറോയിഡ് ഹോർമോൺ ആണ് എന്ത്, ലീവോതൈറോക്സിൻ. So levothyroxine is a synthetic thyroid hormone used to treat hypothyroidism. Methimazole is an anti-thyroid drug used to treat hyperthyroidism. So hyperthyroidism യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് മെത്തിമസോളും കാർബിമസോളും ഒക്കെ. സോ മെത്തിമസോൾ എന്താണ്, ഒരു ആന്റി തൈറോയിഡ് ഡ്രഗ് ആണ്. Propyl thiouracil is an anti-thyroid drug used in hyperthyroidism, especially in pregnancy. So pregnancy കേസിൽ, pregnancy conditions hyperthyroidism ഉണ്ടാവുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആന്റി തൈറോയിഡ് ഡ്രഗ് ആണ് എന്ത്, propyl thiouracil. Next one, insulin glargine is a long-term insulin used to manage diabetes mellitus. So insulin glargine long-acting insulin ആണ്. Next point, metformin is a biguanide used in, നമ്മൾ പറഞ്ഞു already. Glimepiride is a sulfonyl urea used to increase insulin release in type 2 diabetes mellitus. So insulin release നെ stimulate ചെയ്യുന്ന ഡ്രഗ്സും ഉണ്ട്, അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കോമ്പാറ്റ് ചെയ്യുന്ന ഡ്രഗ്സും ഉണ്ട്. സോ ഈ ഗ്ലിമിപ്രൈഡ് സൾഫോണൈൽ യൂറിയ കാറ്റഗറിയിൽ വരുന്ന ഒരു ഡ്രഗ് ആണ്. അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാ, ഇൻസുലിൻ റിലീസിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Pioglitazone. Pioglitazone is a thiazolidine dione derivative to increase the insulin sensitivity in type 2 diabetes. So pioglitazone എന്താണ്, അതൊരു thiazolidine dione ഡെറിവേറ്റീവ് ആണ്. അതുപോലെ സിഡാഗ്ലിപ്റ്റിൻ, ഗ്ലിപ്റ്റിൻസ് എല്ലാം നമ്മൾ പറഞ്ഞു എന്താണ്, അത് ഡൈപെപ്റ്റിഡൈൽ, ഗ്ലിപ്റ്റിൻസ് എല്ലാം എന്താണ്, ഡൈപെപ്റ്റിഡൈൽ പെപ്റ്റിഡേസ് 4 ഇൻഹിബിറ്റേഴ്സ് ആണ്, യൂസ് ടു ഇംപ്രൂവ് ബ്ലഡ് ഷുഗർ കൺട്രോൾ ഇൻ ടൈപ്പ് 2 ഡയബറ്റിസ്. സിഡാഗ്ലിപ്റ്റിൻ, വിൽഡാഗ്ലിപ്റ്റിൻ, അങ്ങനെയുള്ള ഗ്ലിപ്റ്റിൻസ് എല്ലാം എന്താണ്, ഡൈപെപ്റ്റിഡൈൽ പെപ്റ്റിഡേസ് 4 ഇൻഹിബിറ്റേഴ്സ് ആണ്. നെക്സ്റ്റ്, കെനാഗ്ലിഫ്ലോസിൻ. കെനാഗ്ലിഫ്ലോസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാപ്പാഗ്ലിഫ്ലോസിൻ, അതുപോലെ കെനാഗ്ലിഫ്ലോസിൻ, ഇതെല്ലാം എന്താണ്, സോഡിയം ഗ്ലൂക്കോസ് ലൈക്ക് കോ ട്രാൻസ്പോർട്ടർ 2 ഇൻഹിബിറ്റർ ആണ്. സോഡിയം ഗ്ലൂക്കോസ് കോ ട്രാൻസ്പോർട്ടർ 2 ഇൻഹിബിറ്റേഴ്സ് ആണ്, നോവൽ ഡ്രഗ്സ് ആണ് ടൈപ്പ് 2 ഡയബറ്റിസിന് യൂസ് ചെയ്യുന്നത്. So this canagliflozin is a sodium glucose cotransporter 2 inhibitor അഥവാ SGLT2 inhibitor used to lower blood sugar in type 2 diabetes mellitus. Levodopa is used in combination with carbidopa to treat Parkinson's disease. അപ്പോൾ levodopa
ലീവോഡോപ്പയും മീത്താൽ ഡോപ്പയും കൂടി കാർബിഡോപ്പയും കൂടി കോമ്പിനേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലീവോഡോപ്പ, കാർബിഡോപ്പ, Parkinson's disease. So levodopa is used in combination with carbidopa to treat Parkinson's disease. Carbamazepine is an anticonvulsant drug to treat epilepsy and bipolar disorder. So carbamazepine എന്താണ് ഒരു ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ആണ്. Valproic acid is an anticonvulsant drug used in epilepsy, bipolar disorder and migraine prophylaxis. നമുക്കറിയാം ഈ എപ്പിലെപ്സിയിൽ തന്നെ കുറെ ടൈപ്പ് ഓഫ് സീഷേഴ്സ് വരുന്നുണ്ട്. ലൈക്ക് എന്താണ് അറ്റോണിക് സീഷർ, tonic-clonic seizure, absent seizure, myoclonic seizure. അപ്പം ഓരോ സീഷറിനും സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് അങ്ങനെ തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ ഫെനിറ്റോയിൻ is an anti-epileptic drug used to control seizures. Gabapentin is also used to treat neuropathic pain and partial seizure. Topiramate is an anticonvulsant also used for migraine prevention. അതായത് ഈ ടോപ്പിറമേറ്റ്, ലാമോട്രിജിൻ, അതുപോലെ അങ്ങനെ കുറച്ച് ഡ്രഗ്സ് ഉണ്ട്, നോവൽ ഡ്രഗ്സ് ഉണ്ട്. സോ അതിന്റെ പേരും കൂടി നോക്കിയിരിക്കുക. ലിഥിയം ഇസ് എ മൂഡ് സ്റ്റെബിലൈസർ യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ബൈപോളാർ ഡിസോർഡർ. സോ ലിഥിയം എന്താണ്? ഒരു മൂഡ് സ്റ്റെബിലൈസർ ആണ് ലിഥിയം. Lithium is a mood stabilizer used in the treatment of bipolar disorder. Sertraline is a selective serotonin reuptake inhibitor, antidepressant used to treat depression and anxiety disorder. So ഓരോ കാറ്റഗറിയിൽ പെട്ടുള്ള ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. Fluoxetine is an SSRI used to treat depression, OCD and bulimia nervosa. Venlafaxine is SNRI, that is serotonin and norepinephrine reuptake inhibitor. അപ്പൊ നമുക്കറിയാം ആന്റി ഡിപ്രസനകത്ത് SSRI ഉണ്ട്, ഇങ്ങനെയുണ്ട്. അപ്പൊ അത് ഓരോ കാറ്റഗറിയിൽ അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. Venlafaxine is an SNRI used to treat depression and anxiety disorder. Duloxetine is an SNRI used to treat depression, anxiety and chronic pain. Next one, amitriptyline. Amitriptyline is a tricyclic antidepressant. ഒരു TC ആണ്. Tricyclic antidepressant used to treat depression and chronic pain. Amitriptyline എന്ന് പറയുന്നത് എന്താണ്? ഒരു TC ആണ്. അതുപോലെ നോട്രിപ്റ്റിലിനും അതുപോലെ ട്രൈസൈക്ലിക് ആന്റിഡിപ്രസന്റ് ആണ് യൂസ്ഡ് ഇൻ ഡിപ്രഷൻ ആൻഡ് ക്രോണിക് പെയിൻ മാനേജ്മെന്റ്. ഹാലോപെരിഡോൾ ഇസ് എ ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക് യൂസ്ഡ് ടു ട്രീറ്റ് ഷിസോപ്രീനിയ ആൻഡ് അക്യൂട്ട് സൈക്കോസിസ്. റിസ്പെരിഡോൺ ഇസ് ആൻ അറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക് യൂസ്ഡ് ഇൻ ഷിസോപ്രീനിയ ആൻഡ് ബൈപോളർ ഡിസോർഡർ. സോ ഇതെല്ലാം ആന്റിസൈക്കോട്ടിക്സിനെ പറ്റിയിട്ടാണ്. ഒലാൻസെപ്പിൻ, ക്ലോസെപ്പിൻ, റിസ്പെരിഡോൺ, ഹാലോപെരിഡോൾ, ഇതെല്ലാം ആന്റിസൈക്കോട്ടിക് ഏജന്റ്സ് ആണ്. Aripiprazole is an atypical antipsychotic used to treat schizophrenia and bipolar disorder. ഇനി ലിഡോക്കെയിൻ, നമുക്കറിയാം ലോക്കൽ അനസ്തെറ്റിക് നമ്മൾ ഓൾറെഡി പഠിച്ചു. ലിഡോക്കെയിൻ എന്താണ്? ലിഡോക്കെയിൻ ഈസ് എ ലോക്കൽ അനസ്തെറ്റിക് യൂസ്ഡ് ടു നംബ് ടിഷ്യൂ ഇൻ എ സ്പെസിഫിക് ഏരിയ. അതൊരു ലോക്കൽ അനസ്തെറ്റിക് ആണ് ലിഡോക്കെയിൻ എന്ന് പറയുക. ബുപ്പിവാക്കൈൻ ഇസ് എ ലോങ് ആക്ടിംഗ് ലോക്കൽ അനസ്തെറ്റിക് യൂസ്ഡ് ഇൻ സർജിക്കൽ പ്രൊസീജിയർ. ബുപ്പിവാക്കൈൻ എന്താണ്? ഒരു ലോങ് ആക്ടിംഗ് ലോക്കൽ അനസ്തെറ്റിക് ആണ്. ഇനി റോപ്പിവാക്കൈൻ ഇസ് എ ലോക്കൽ അനസ്തെറ്റിക് യൂസ്ഡ് ഇൻ റീജിയണൽ അനസ്തേഷ്യ. റോപ്പിവാക്കൈൻ നമ്മൾ റീജിയണൽ അനസ്തേഷ്യയിൽ യൂസ് ചെയ്യുന്ന ഒരു ലോക്കൽ അനസ്തെറ്റിക് ആണ്. കീറ്റമിൻ ഇസ് എൻ അനസ്തെറ്റിക് യൂസ്ഡ് ഫോർ ഇൻഡക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് അനസ്തേഷ്യ. പ്രൊപ്പോഫോൾ ഇസ് എൻ അനസ്തെറ്റിക് ഏജന്റ് യൂസ്ഡ് ഫോർ ഇൻഡക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ജനറൽ അനസ്തേഷ്യ. Next one, midazolam is a benzodiazepine used for sedation and anesthesia. So ഈ midazolam, alprazolam അതുപോലെ അങ്ങനെയുള്ളതൊക്കെ എന്താണ്? midazolam is a benzodiazepine used for sedation and anesthesia. അതുപോലെ diazepam എന്താണ്? അതൊരു benzodiazepine ആണ്. അതും ആൻസൈറ്റി, സീഷേഴ്സ് ആൻഡ് മസിൽ സ്പാസത്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോറസെപ്പാം എന്താണ്? ഒരു benzodiazepine ആണ് used to treat anxiety and insomnia. Alprazolam is a benzodiazepine used to treat anxiety and panic disorder. Clonazepam is a benzodiazepines എന്ന് വരുന്ന ഡ്രഗ് ആണ്. മിഡാസോളം, ഡയസെപ്പാം, ലോറസെപ്പാം, അൽപ്രാസോളം, ക്ലോണസെപ്പാം ഇതെല്ലാം എന്താണ്? ബെൻസോഡയസെപ്പിൻ കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സ് ആണ്.
നെക്സ്റ്റ് വൺ നൈട്രോഗ്ലിസറിൻ. നമ്മൾ പറഞ്ഞു ആൻജൈനയുടെ കേസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ഡ്രഗ്സ്, ടൈപ്പ് ഓഫ് ഡ്രഗ് ആണ് നൈട്രേറ്റ്സ്. അതായത് നൈട്രോഗ്ലിസറിൻ, ഐസോസോർബൈഡ് മോണോനൈട്രേറ്റ്. ഇത് രണ്ടും എന്താണ്? നൈട്രേറ്റ് യൂസ് ടു പ്രിവെന്റ് ദി ആൻജൈന പെക്ടോറിസ്. Then amiodarone is an anti-arrhythmic drug used to treat ventricular and atrial arrhythmia. അതൊരു പൊട്ടാഷ്യം ചാനൽ റിലേറ്റഡ് ഡ്രഗ് ആണ് amiodarone. അതെന്താണ്? ആന്റി അരിത്തമിയ കേസ്, ആന്റി അരിത്തമിയയിൽ യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ്. ക്ലാസ് 3 വരുന്നതാണ്. ക്ലാസ് 3 ആന്റി അരിത്തമിക് ഡ്രഗ് ആണ്. പിന്നെ ലിഡോക്കെയിൻ ഇസ് ആൻ ആന്റി അരിത്തമിക് ഡ്രഗ് യൂസ്ഡ് ഇൻ അക്യൂട്ട് മാനേജ്മെന്റ് ഓഫ് വെൻട്രിക്കുലർ അരിത്തമിയാസ്. പിന്നെ propranolol is a non-selective beta blocker used in hypertension and arrhythmia. ക്ലാസ് 2 വരുന്നതാണ്. അതായത് ബീറ്റാ ബ്ലോക്കർ വരുന്നത് ക്ലാസ് 2 കാറ്റഗറിയിലാണ്. അതിൽ വരുന്ന ഒരു ഡ്രഗ് ആണ് പ്രൊപ്രാനോൾ. അതല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നോൺ സെലക്റ്റീവ് ബീറ്റാ ബ്ലോക്കർ, ബീറ്റ 1നെയും ബീറ്റ 2നെയും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, സ്പെസിഫിക് ആയിട്ട് ഒന്നിനെയും ബ്ലോക്ക് ചെയ്യുന്നില്ല. അടുത്തത് അറ്റനലോൾ ഇസ് എ ബീറ്റ 1 സെലക്റ്റീവ് ബ്ലോക്കർ യൂസ്ഡ് ഇൻ ഹൈപ്പർ ടെൻഷൻ. അത് ഓൾറെഡി നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തു. പിന്നെ മെറ്റോപ്രലോൾ ഇസ് എ ബീറ്റ 1 സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ യൂസ്ഡ് ഫോർ ഹൈപ്പർ ടെൻഷൻ ആൻഡ് ആൻജൈന. ഓക്കെ, മെറ്റോപ്രലോൾ എന്താണ്? മെറ്റോപ്രലോൾ, ബിസ്പ്രലോൾ, അതുപോലെ അറ്റനലോൾ, നെബിവലോൾ, ഇതെല്ലാം എന്താണ്? സെലക്റ്റീവ് ആയിട്ട് ബീറ്റ 1നെ മാത്രം ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. സോ മെറ്റോപ്രലോൾ ഇസ് എ ബീറ്റ 1 സെലക്റ്റീവ് ബ്ലോക്കർ യൂസ്ഡ് ഫോർ ഹൈപ്പർ ടെൻഷൻ ആൻഡ് ആൻജൈന. ഡിൽറ്റിയാസം എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡിൽറ്റിയാസം, വെറാപ്പമിൽ, അംലോഡിപ്പിൻ, നിഫിഡിപ്പിൻ, ഇത്രയും ഡ്രഗ്സ് എന്താണ്? കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ്. ഹൈപ്പർ ടെൻഷന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. ഡിൽറ്റിയാസം, വെറാപ്പമിൽ, അംലോഡിപ്പിൻ ആൻഡ് നിഫിഡിപ്പിൻ, ഇത്രയും എന്താണ്? കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആണ്. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ് എന്താ? ഡിൽറ്റിയാസം, വെറാപ്പമിൽ, അംലോഡിപ്പിൻ ആൻഡ് നിഫിഡിപ്പിൻ. നെക്സ്റ്റ് വൺ ലിസിനോപ്രിൽ. ലിസിനോപ്രിൽ അതുപോലെ പിന്നെ ഓർക്കേണ്ട ഒരു പോയിന്റ് ACE ഇൻഹിബിറ്റേഴ്സ് ആണ്. നമ്മളത് ഓൾറെഡി പറഞ്ഞു. എന്താണ് ഈ ACE ഇൻഹിബിറ്റേഴ്സ് ഡ്രഗ്സിന്റെ എൻഡിങ് എന്തായിരിക്കും? പ്രില്ല് വെച്ചിട്ടായിരിക്കും. അതായത് ലിസിനോപ്രിൽ, എനലാപ്രിൽ, റാമിപ്രിൽ, ഈ പ്രില്ല് ചേർത്ത ഡ്രഗ്സുകളെല്ലാം എന്താണ്? ACE ഇൻഹിബിറ്റേഴ്സ് ആണ്. മെയിൻ ആയിട്ട് ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഫെയിലിയറിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ്, അതായത് ARB, അതെല്ലാം എൻഡ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? സാർട്ടൻ വെച്ചിട്ടായിരിക്കും. അതായത് ലോസാർട്ടൻ, വൽസാർട്ടൻ, അങ്ങനെയുള്ള കാൻഡി സാർട്ടൻ, അങ്ങനെയുള്ള കുറെ ഡ്രഗ്സുകൾ ഉണ്ട്. അതെല്ലാം എന്താണ്? ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ബ്ലോക്കർ ആണ്. അതായത് ആൻജിയോടെൻസിനോജൻ ആൻജിയോടെൻസിൻ 1ഉം 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ആണ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. സോ ഈ ആൻജിയോടെൻസിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്ടാവുമ്പോൾ അത് ഏതാണ്? ബ്ലഡ് പ്രഷർ ഓട്ടോമാറ്റിക് ആയിട്ട് കുറയും. അതുപോലെ ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ, ആൻജിയോടെൻസിൻ 2 ചെന്ന് ആക്ട് ചെയ്യുന്ന റിസപ്റ്ററാണ് ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ. ആൻജിയോടെൻസിൻ 2 റിസപ്റ്ററിൽ ചെന്ന് ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആ റിസപ്റ്റർ, അതായത് ആൻജിയോടെൻസിൻ 2 റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ കൂട്ടാനായിട്ട് അല്ലെങ്കിൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഈ ആൻജിയോടെൻസിൻ 1ഉം 2ഉം. സോ അത് ആക്ട് ചെയ്യുന്ന സൈറ്റ് ആണ് അതിന്റെ റിസപ്റ്റർ എന്ന് പറഞ്ഞത്. സോ അതിനെ ചെന്ന് ബ്ലോക്ക് ചെയ്യാണ് ഈ സാർട്ടൻസ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലഡ് പ്രഷർ കുറയ്ക്കും. നെക്സ്റ്റ് വൺ ടെൽമിസാർട്ടൻ ഇസ് ഓൾസോ ആൻജിയോസാർട്ടൻ ആണ്. ടെൽമിസാർട്ടൻ ഇസ് ഓൾസോ, അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഹൈപ്പർടെൻസീവ് ഡ്രഗ് ആണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇറ്റ് ഇസ് എൻ ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ബ്ലോക്കർ യൂസ്ഡ് ഇൻ ഹൈപ്പർ ടെൻഷൻ. കാൻഡിസാർട്ടൻ ഇസ് ഓൾസോ ആൻ ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ബ്ലോക്കർ യൂസ്ഡ് ഇൻ ഹൈപ്പർ ടെൻഷൻ. പിന്നെ ഫ്രൂസിമൈഡ് ആയി നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്പൈറനോലാക്ടോൺ എന്താണ്? ഇറ്റ്സ് എ പൊട്ടാഷ്യം സ്പാരിംഗ് ഡയോറിറ്റിക്, ഒരു പൊട്ടാഷ്യം സ്പാരിംഗ് ഡയോറിറ്റിക് ആണ് സ്പൈറനോലാക്ടോൺ. എപ്ലിറിനോൺ ഇസ് എ പൊട്ടാഷ്യം സ്പാരിംഗ് ഡയോറിറ്റിക് യൂസ്ഡ് ഇൻ ഹാർട്ട് ഫെയിലിയർ ആൻഡ് ഹൈപ്പർ ടെൻഷൻ. സോ സ്പൈറനോലാക്ടോണും എപ്ലിറിനോണും അത് രണ്ടും എന്താണ്? പൊട്ടാഷ്യം സ്പാരിംഗ് ഡയോറിറ്റിക് ആണ്. ക്ലോർതാലിഡോൺ ഇസ് എ തൈസൈഡ് diuretic used in hypertension. Metolazone is a thiazide-like diuretic used in heart failure. So next one, diuretic നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഓസ്മോട്ടിക് ഡയോറിറ്റിക്. സോ മാനിറ്റോൾ ഇസ് എ ഓസ്മോട്ടിക് ഡയോറിറ്റിക് യൂസ് ടു റെഡ്യൂസ് ഇൻട്രാക്രേനിയൽ പ്രഷർ. അതുപോലെ അസറ്റസോളമൈഡ്, അതൊരു കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വൺ അലൻഡ്രോണേറ്റ് ആൻഡ് റിസെൻട്രോണേറ്റ്.
ആൻഡ് സോൾഡ്രോണിക് ആസിഡ് ഇത്ര എന്താണ് ബിസ്ഫോസ്ഫോണേറ്റ് ആണ്. നമ്മൾ ഈ ഓസ്റ്റിയോപോറോസിസ് കണ്ടീഷനിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സ് ആണ്. പിന്നെ ഡെനോസോമാബ് അതൊരു ഈ മാബ് ചേർത്തിട്ട് വരുന്ന ഡ്രഗ്സ് ഒക്കെ മോണോക്ലോണൽ ആന്റിബോഡി ആണ്. ഓസ്റ്റിയോപോറോസിൽ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. teriparatide is a recombinant parathyroid hormone used to treat osteoporosis. ഒരു recombinant parathyroid hormone ആണ് എന്ത് teriparatide. Recombinant parathyroid hormone ആണ്. അതുപോലെ raloxifene is a selective estrogen receptor modulator used to selective estrogen receptor. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ SER എന്നായിരിക്കും. ഇതിന്റെ ഫുൾ ഫോം ആണ് സെലക്ടീവ് ഈസ്ട്രജൻ റിസെപ്റ്റർ മോഡുലേറ്റർ. സോ ഇറ്റ് ഈസ് used in osteoporosis ആണ് raloxifene. Calcitonin is used to treat osteoporosis and hypercalcemia. സോ കാൽസിറ്റോണിൻ എന്താണ് അത് ഓസ്റ്റിയോപോറോസിനും അതുപോലെ ഹൈപ്പർ കാൽസീമിയക്കും യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. പിന്നെ അതുപോലെ വൈറ്റമിൻ ഡി നമുക്കറിയാം കോളികാൽസിഫെറോൾ ഇസ് ആൻ എസെൻഷ്യൽ ഫോർ കാൽഷ്യം അബ്സോർപ്ഷൻ. അതുപോലെ കാൽഷ്യം സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കാൽഷ്യം കാർബണേറ്റ്. നെക്സ്റ്റ് വൺ കാൽഷ്യം സിട്രേറ്റ് ഈസ് യൂസ്ഡ് ആസ് എ കാൽഷ്യം സപ്ലിമെന്റ്. പിന്നെ അതുപോലെ കുറച്ച് ലൈക്ക് ഫെറസൾഫേറ്റ് എന്താണ് അയൺ ഡെഫിഷ്യൻസി അനീമിയക്ക് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ഫെറസൾഫേറ്റ്. ഫോളിക് ആസിഡ് ഇസ് യൂസ്ഡ് ടു ട്രീറ്റ് ഫോളേറ്റ് ഡെഫിഷ്യൻസി അനീമിയ. പിന്നെ വൈറ്റമിൻ B12 ഇസ് യൂസ്ഡ് ടു ട്രീറ്റ് പെർനീഷ്യസ് അനീമിയ. പിന്നെ എറിത്രോപോയിറ്റിൻ മെയിനായിട്ട് എന്താണ് യൂസ്ഡ് ടു ട്രീറ്റ് അനീമിയ ആൻഡ് ക്രോണിക് കിഡ്നി ഡിസീസ്. സോ ഇവിടെ കുറച്ച് ഡ്രഗ്സ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോർഷൻ സിലബസിൽ ഇല്ല, ജസ്റ്റ് നോളജിന് വേണ്ടി മാത്രം. ജസ്റ്റ് നിങ്ങൾ അത് വായിച്ചു നോക്കുക ഈ ഒരു പോർഷൻ. നെക്സ്റ്റ് വൺ atropine is an anticholinergic drug used to increase heart rate and bradycardia. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കോളിനർജിക് ആന്റഗോണിസ്റ്റ് ആണ് അട്രോപ്പിൻ. സോ അത് ആന്റികോളിനർജിക് അതിന് പറയണ വേറൊരു പേരാണ് കോളിനർജിക് ആന്റഗോണിസ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഹാർട്ട് റേറ്റ് ഇൻ ബ്രാഡികാർഡിയ. ദെൻ സ്കോപ്പൊലാമിൻ ഇസ് ആൻ ആന്റികോളിനർജിക് യൂസ്ഡ് ടു പ്രിവെന്റ് മോഷൻ സിക്നസ്. നമ്മൾ മോഷൻ സിക്നസിന് യൂസ് ചെയ്യുന്ന ഒരു ആന്റികോളിനർജിക് ഡ്രഗ് ആണ് എന്ത് സ്കോപ്പൊലാമിൻ. Scopolamine is an anticholinergic used to prevent motion sickness. അതുപോലെ ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള ബ്ലാഡറിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റികോളിനർജിക് ഏജൻസ് ആണ് ഏത് ഓക്സിബ്യൂട്ടിനിൻ ആൻഡ് ടോൾടെറോഡിൻ. ഇത് രണ്ടും എന്താണ് ആന്റികോളിനർജിക് ഡ്രഗ് ആണ്. അതായത് ഓക്സിബ്യൂട്ടിനും ടോൾടെറോഡിനും എന്താണ് ആന്റികോളിനർജിക് ആണ്, യൂസ് ടു ട്രീറ്റ് ഓവർ ആക്റ്റീവ് ബ്ലാഡർ. Then ipratropium is an anticholinergic used in asthma and COPD. So ആസ്മയുടെ കേസിലും അതുപോലെ COPD കേസിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആന്റികോളിനർജിക് ഡ്രഗ് ആണ് ഇപ്രാട്രോപ്പിയം അതുപോലെ ടയാട്രോപ്പിയം. ഈ ടയാട്രോപ്പിയം എന്താണ് കുറച്ചും കൂടി ലോങ്ങർ ആക്ടിംഗ് ആയിട്ടുള്ള ഒരു ആന്റികോളിനർജിക് ആണ്. നെക്സ്റ്റ് വൺ Glycopyrrolate is an anticholinergic used to reduce secretions. Secretionsനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആന്റികോളിനർജിക് ഡ്രഗ് ആണ് ഗ്ലൈക്കോപൈറോളേറ്റ്. ഹയോസിയാമിൻ is an anticholinergic used to treat gastrointestinal disorders. Then dicyclomine is an anticholinergic used to treat irritable bowel syndrome. So ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് കോളിനർജിക് ആന്റഗോണിസ്റ്റ് ആണ്. ഹയോസിയാമിൻ എന്തിന് യൂസ് ചെയ്യുന്നതാണ് GI ഡിസോർഡേഴ്സ്. അതുപോലെ ഡൈസൈക്ലോമിൻ ആണെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം. അതുപോലെ ബെൻസ്ട്രോപ്പിൻ ആണെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസ്. അതുപോലെ ബെൻസ്ട്രോപ്പിൻ തന്നെ പാർക്കിൻസോൺസ് തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ട്രൈഹെക്സിഫെനിഡിൽ. ദെൻ മയസ്തീനിയ ഗ്രാവിസിൽ യൂസ് ചെയ്യുന്ന ഒരു കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റർ ആണ് പിരിഡോസ്റ്റിക്മിൻ. നമ്മൾ ഓൾറെഡി മുന്നേ നമ്മളൊരു നിയോസ്റ്റിക്മിന്റെ കാര്യം നമ്മൾ പറഞ്ഞു മൈസ്തീനിയ ഗ്രാവിസിൽ യൂസ് ചെയ്യുന്ന. ഇവിടെ പിരിഡോസ്റ്റിക്മിൻ. സോ ബെൻസ്ട്രോപ്പിൻ പാർക്കിൻസോണിസം, ട്രൈഹെക്സിഫെനിഡിൽ ഓൾസോ പാർക്കിൻസോണിസം, പിരിഡോസ്റ്റിക്മിൻ യൂസ്ഡ് ഇൻ ദിസ് മൈസ്തീനിയ ഗ്രാവിസ്. അതൊരു കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റർ ആണ്. ബാക്കിയെല്ലാം ആന്റികോളിനർജിക് ഡ്രഗ്സ് ആണ്. Next one, neostigmine is a cholinesterase inhibitor used in myasthenia gravis. ഇനി അൾഷിമേഴ്സ് ഡിസീസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഡ്രഗ് ആണ്. കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ഡോണപ്പെസിൽ, റിവാസ്റ്റിക്മിൻ, ഗാലൻഡമൈൻ ആൻഡ് this memantine also Alzheimer's. പക്ഷെ ഇത് കോളിനെസ്റ്ററേസ് അല്ല, അതൊരു NMDA റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ്. NMDA റിസപ്റ്റർ
NMDA റിസപ്റ്റർ antagonisറ്റും ഉണ്ട്, അതുപോലെ കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്ററും ഉണ്ട്. NMDA റിസപ്റ്റർ antagonist വരുന്നതാണ് എന്ത്? മെമാൻഡിൻ. സോ NMDA റിസപ്റ്റർ antagonist വരുന്നതാണ് മെമാൻഡിൻ. പിന്നെ കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സിനകത്താണ് റിവാസ്റ്റിഗ്മിൻ, ഡോണപെസിൽ ആൻഡ് ഗാലന്റമൈൻ വരുന്നത്. പിന്നെ ലീവോഡോപ്പ ഡോപ്പമിൻ പ്രീകഴ്സർ യൂസ്ഡ് ഇൻ പാർക്കിൻസോണിസം ഡിസീസ്. നെക്സ്റ്റ് വൺ, Carbidopa is used with levodopa to prevent peripheral conversion of levodopa. പിന്നെ പാർക്കിൻസൺസ് ഡിസീസിൽ യൂസ് ചെയ്യുന്ന രണ്ട് ഡോപ്പമിൻ അഗോണിസ്റ്റുകളാണ് റോപ്പിനിറോളും പ്രാമിപെക്സോളും. പാർക്കിൻസൺസ് ഡിസീസിൽ തന്നെ യൂസ് ചെയ്യുന്ന ഡോപ്പമിൻ അഗോണിസ്റ്റ്. നമ്മൾ പാർക്കിൻസൺസ് ഡിസീസിൽ യൂസ് ചെയ്യുന്ന കോളിനർജിക് ലൈക്ക് ഇൻഹിബിറ്റേഴ്സ്, ഇവിടെ നമ്മൾ ആന്റി കോളിനർജിക്സ് യൂസ് പറഞ്ഞായിരുന്നു പാർക്കിൻസോൺസിൽ യൂസ് ചെയ്യുന്ന. അതുപോലെ പാർക്കിൻസോൺസിൽ യൂസ് ചെയ്യുന്ന ഒരു ഡോപ്പമിൻ എഗോണിസ്റ്റ് ആണ് എന്ത്? പ്രാമിപ്രെക്സോളും റോപ്പിനിറോളും. ഓക്കെ, പ്രാമിപ്രെക്സോൾ ആൻഡ് റോപ്പിനിറോൾ ഇത് രണ്ടും എന്താണ്? ഡോപ്പമിൻ എഗോണിസ്റ്റ് ആണ് യൂസ്ഡ് ഇൻ പാർക്കിൻസൺസ് ഡിസീസ്. അതുപോലെ പാർക്കിൻസൺസ് ഡിസീസിൽ യൂസ് ചെയ്യുന്ന COMT ഇൻഹിബിറ്റേഴ്സ് ആണ് ഏത്? എൻഡക്യാപ്പോണും ടോൾക്യാപ്പോണും. എൻഡക്യാപ്പോൺ ആൻഡ് ടോൾക്യാപ്പോൺ. It is a COMT inhibitor used in Parkinson's disease. So പിന്നെ ഡോപ്പമിൻ അഗോണിസ്റ്റ് ആണ് പ്രാമിപെക്സോളും റോപ്പിനിറോളും. Next one, Celgilin is a MAVOB inhibitor used in Parkinson's disease. അടുത്തത് പാർക്കിൻസൺസ് ഡിസീസ് തന്നെ യൂസ് ചെയ്യുന്ന ഒരു മാവോബി ഇൻഹിബിറ്റർ ആണ് റെസാഗിലിൻ. ഗിലിൻ ചേർത്തിട്ടുള്ള മാവോബി ഇൻഹിബിറ്റേഴ്സ് ആണ്. ദെൻ അമാൻഡിഡിൻ ഇസ് ആൻ ആന്റിവൈറൽ ഡ്രഗ് യൂസ്ഡ് ഇൻ പാർക്കിൻസൺസ് ഡിസീസ്. പിന്നെ ഇന്റർഫെറോൺ ബീറ്റ ആൻഡ് ഗ്ലാറ്റിറാംബർ അസിറ്റൈറ്റ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. നെറ്റാലിസുമാബ് ഇസ് എ മോണോക്ലോണൽ ആന്റിബോഡി ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. അതുപോലെ ഫിങ്കോലിമോഡ് ഇസ് ആൻ ഇമ്മ്യൂണോ മോഡുലേറ്റർ യൂസ്ഡ് ഇൻ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഇമ്മ്യൂണോ മോഡുലേറ്റർ ആണ് ടെറിഫ്ലുനോമൈഡും. Then dimethyl fumarate is an immunomodulator used in multiple sclerosis. Then dantrolene is a muscle relaxant. അതൊരു muscle relaxant ആണ് used in malignant hyperthermia. Dantrolene. അതുപോലെ ബാക്ലോഫെൻ, അതും ഒരു muscle relaxant ആണ് used in spasticity. Tizanidine is a muscle relaxant used in spasticity. Cyclobenzaprine is a muscle relaxant used for muscle spasm. Carisoprodol is a muscle relaxant used for muscle spasm. അതുപോലെ മെത്തോകാർബമോൾ is a muscle relaxant used for muscle spasm. ഇവിടെ ഈ ഡാൻഡ്രോളിന് ഓർക്കുക, അതൊരു മസിൽ റിലാക്സന്റ് ആണ്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ബാക്ലോഫെനും ടിസാനിഡിനും ഓർക്കുക, അതും മസിൽ റിലാക്സൻസ് ആണ്. നെക്സ്റ്റ് വൺ ദിസ്, പിന്നെ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഓൾറെഡി. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ്. ഇതും ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. കുറച്ചും കൂടി വളരെ ഷോർട്ട് ആക്കി കൊടുത്തിട്ടുള്ളൂ. വെരാപ്പമിൽ കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആണ്. നൈട്രോഗ്ലിസറിൻ ആൻജിനയിൽ യൂസ് ചെയ്യുന്നതാണ്. ആസ്പിരിൻ ഒരു NSAID ഡ്രഗ് ആണ്. പിന്നെ ഹൈഡ്രോക്ലോതയസൈഡിന്റെ കാര്യം, ഫ്രൂസിമാഡ് ലൂപ്പ് ഡയോറിറ്റിക് ആണ്. സെയിം കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ലോപ്പിനാവർ, ക്ലോറോക്വിൻ, ആർട്ടിമിസിനിൻ, പ്രാസിക്വാൻഡേൽ. സെയിം തന്നെ മുന്നേ പറഞ്ഞ പോയിന്റ്സ് കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിരുന്നു. പിന്നെ പിന്നെ വരുമ്പോൾ കുറച്ചും കൂടി ഷോർട്ട് ആക്കിയിട്ടുള്ള പോയിന്റ്സ്.
ഓക്കെ, ഇതിന് മുന്നുള്ള പോയിന്റ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. നെക്സ്റ്റ് വൺ, റിസപ്റ്റർ അന്റഗോണിസം ഇൻവോൾവ്സ് ബ്ലോക്കിംഗ് റിസപ്റ്റർ ആക്ഷൻ. അതായത് റിസപ്റ്റർ അന്റഗോണിസ്റ്റ്, ഒരു റിസപ്റ്ററിന് അന്റഗോണിസ്റ്റ് എന്ന് നമ്മൾ അതിനെ മാക്സിമം ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ആക്ഷനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു മീനിങ്ങിലാണ് പറയുക. പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സിഡൈസസ് ആൽക്കലോയിഡ്സ്, ചിലേറ്റിംഗ് ഏജന്റ് കോംപ്ലക്സ് ടോക്സിക് മെറ്റൽസ്. അപ്പോൾ ടോക്സിക് മെറ്റൽസിനെയൊക്കെ നമുക്ക് ചിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കോംപ്ലക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ചിലേറ്റിംഗ് ഏജൻസ് യൂസ് ചെയ്താൽ മതി. നൈട്രൈറ്റ്സ് ഫോം മെത്തമോഗ്ലോബിൻ. ദെൻ ഹിസ്റ്റമിൻ ആൻഡ് അഡ്രിനാലിൻ ആക്ട് ഓൺ ബ്രോങ്കിയൽ മസിൽസ്. Hydrochlorothiazide and triamterene on urinary potassium excretion. Glucagon and insulin on blood sugar. അതായത് ഒരെണ്ണം ബ്ലഡ് ഷുഗറിനെ കൂട്ടണം, ഒരെണ്ണം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കും. അപ്പൊ അങ്ങനെ ഒരു ആക്ഷൻ ആണ്. ഹിസ്റ്റമിനും അഡ്രിനാലിനും ബ്രോങ്കിയൽ മസിൽസിനാണ്. പൊട്ടാസ്യം സെക്രീഷൻ, യൂറിനറി പൊട്ടാസ്യം സെക്രീഷനിലാണ് ഹൈഡ്രോക്ലോതയസൈഡും ട്രയാംറ്ററിനും. പിന്നെ ആന്റഗോണിസ്റ്റിക് ഡ്രഗ്സ് ആക്ട്സ് ഓൺ ഡിഫറെന്റ് റിസപ്റ്റേഴ്സ്. Then next one, piperazine with a cathartic or purgative. പിന്നെ എത്താംബ്യൂട്ടോൾ ഐസോനിയാസിഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ. ദെൻ പെൻസിലിൻ ഇൻ പാരന്റൽ പ്രിപ്പറേഷൻസിലാണ് നമ്മൾ കൂടുതലും. പിന്നെ വൈറ്റമിൻ B1 എന്താണ്? തയമിൻ. വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അത് യൂസ് ചെയ്യുക. പിന്നെ വൈറ്റമിൻ B2ന്റെ വേറെ പേര് റൈബോഫ്ലാവിൻ, B3 നയാസിൻ, 5 പാന്റോത്തനിക് ആസിഡ്, 6 പീരിഡോക്സിൻ, 7 ബയോട്ടിൻ. അപ്പൊ ഇത് ഓരോന്നിന്റെയും ഓരോരോ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ഓരോ ഡിസോർഡേഴ്സും കൂടി ഉണ്ട്. Then B12 cyanocobalamin, C ascorbic acid. Then പിന്നെ DNA സിന്തസിസ് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് വേണ്ടതാണ് ഫോളിക് ആസിഡ്. വൈറ്റമിൻ ഡി കോളികാൽസിഫറോൾ ആണ്, കാൽഷ്യം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. K ക്ലോട്ടിങ്, അതുപോലെ ഈ ആന്റി ഓക്സിഡന്റ് ആണെന്ന് പറഞ്ഞു. A വിഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ ഐസോനിയാസിഡ് ഒക്കെ ഒരു ആന്റി TB ഡ്രഗ്സ് ആണ്. അതുപോലെ റിഫാംബിസിൻ, പൈറാസിനമൈഡ്, എത്താംബ്യൂട്ടോൾ, സ്ട്രെപ്റ്റോമൈസിൻ, ഇതെല്ലാം ആന്റി TB ഡ്രഗ്സ് ആണ്. പിന്നെ ആന്റി ലെപ്രസി, ഡാപ്സോൺ, ക്ലോഫാസിമിൻ, താലിഡോമൈഡ്. ആംഫോട്ടാസിൻ ബി ഇസ് ആൻ ആന്റിഫംഗൽ. സോ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് തന്നെ ഷോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ കുറച്ചും കൂടി റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ തൊട്ടുള്ള പോർഷൻസ് എല്ലാം ഒന്നും കവർ ചെയ്തിട്ടില്ലെങ്കിലും ഇമ്പോർട്ടന്റ് ആയുള്ള കുറച്ച് പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ഇത് നോക്കുക. അതുപോലെ ക്ലാസിഫിക്കേഷൻസ് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം ഒക്കെ എഴുതുക.